നമസ്കാരം. വീണ്ടും വരുൺ ഗാന്ധി, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കാനില്ല എന്നപ്പോൾ ബി.ജെ.പിയുടെ മുൻ എംപിയായിട്ടുള്ള വരുൺ ഗാന്ധി പറയുന്നു. ബി.ജെ.പി വാഗ്ദാനം വരുൺ ഗാന്ധി നിരസിച്ചെന്ന് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് കോട്ടയായിട്ടുള്ള റായ്ബറേലിയിൽ ഇത്തവണ സോണിയാഗാന്ധിക്ക് പകരം മകളും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോയ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർക്കെതിരെ പിതൃ സഹോദര പുത്രനായിട്ടുള്ള വരുൺ ഗാന്ധിയെ രംഗത്തിറക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. എന്നാൽ സഹോദരിക്കെതിരെ മത്സരിക്കുവാൻ താനില്ല എന്ന് തന്നെയാണ് പാർട്ടിയിലെ വിമത ശബ്ദമായി അറിയപ്പെടുന്ന വരുൺ ഗാന്ധിയുടെ പക്ഷം എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം അത് അസന്നിഗ്ധമായിട്ട് പറയുകയും ചെയ്തു. ഈ വർഷം ഫെബ്രുവരിയിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് 2004 മുതൽ മുൻ കോൺഗ്രസ് അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധിയാണ് റായ്ബറേലി സീറ്റിലെ ജനപ്രതിനിധി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് സോണിയാഗാന്ധി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധിയെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ പ്രിയങ്കക്കെതിരെ പോരിനിറങ്ങി ഗാന്ധി വേഴ്സസ് ഗാന്ധി എന്ന തരത്തിലുള്ള മത്സരം നടക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ വരുൺ ഗാന്ധി ആഗ്രഹിക്കുന്നുവെന്ന് ബി.ജെ.പി നേതാവുമായി അടുത്ത വൃത്തങ്ങൾ പറയുകയുണ്ടായി. നിലവിൽ പിലിഭിത്തിൽ നിന്നുള്ള ബി.ജെ.പി എംപിയാണ് വരുൺ ഗാന്ധി. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വരുൺ ഗാന്ധിയെ മാറ്റി പകരം മുൻ മന്ത്രി ജിതിൻ പ്രസാദ്ക്ക് പിലിഭിത്ത് സീറ്റ് നൽകാനാണ് ബി.ജെ.പിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ചില നയങ്ങൾക്കെതിരെ വരുൺ ഗാന്ധി നടത്തിയ ചില പ്രസ്താവനകളാണ് സീറ്റ് നിഷേധത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഇതോടെ താൻ പിലിഭിത്തിന്റെ മകനായി തുടരുമെന്ന് വ്യക്തമാക്കി വരുൺ ഗാന്ധി മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തുറന്ന ഒരു കത്തും എഴുതിയിരുന്നു. വരുൺ ഗാന്ധിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വാർത്തകളും അന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ വരുൺ ഈ ക്ഷണം നിരസിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി റായ്ബറേലിയിൽ വരുണിനെ പരിഗണിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. റായ്ബറേലിയിൽ ആരാണ് ഗാന്ധി കുടുംബത്തിൻ്റെ കടുത്ത വെല്ലുവിളി ഉയർത്തുക എന്നറിയാൻ ബി.ജെ.പി നിരവധി സർവേ ഒക്കെ നടത്തിയിരുന്നു. അതിന് റിപ്പോർട്ടുകളുണ്ട്. 2004 സോണിയാഗാന്ധി പ്രതിനിധീകരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സീറ്റ് കോൺഗ്രസിൻ്റെ കോട്ടയാണ്. 1967 മുതൽ 84 വരെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് പലതവണ ലോക്സഭയിൽ എത്തിയിട്ടുമുണ്ട്. പ്രധാനമന്ത്രിക്കും സ്വന്തം പാർട്ടിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നയങ്ങൾക്കുമെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന വരുൺ ഗാന്ധി ജയ് ശ്രീറാം, ഭാരത് മാതാ കി ജയ് എന്നിങ്ങനെ പറഞ്ഞ് വരുന്നവർക്ക് വോട്ട് നൽകരുതെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. 2023 ഓഗസ്റ്റിൽ തൻ്റെ മണ്ഡലമായിട്ടുള്ള യു.പിയിലെ പിലിഭിത്തിൽ നടന്ന പാർട്ടി പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ബി.ജെ.പിയെ വീണ്ടും വെട്ടിലാക്കിക്കൊണ്ട് വരുൺ ഗാന്ധി രംഗത്തെത്തിയിരുന്നത്. നിങ്ങളുടെ തലച്ചോറ് പ്രയോഗത്തിന് ശേഷം മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. യു.പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പരോക്ഷ പരിഹാസവും വരുൺ ഗാന്ധി നടത്തിയിരുന്നു. പരിപാടിക്കിടെ തൻ്റെ അടുത്ത് നിന്ന സന്യാസിയുടെ ഫോണിൽ കോൾ വന്നപ്പോൾ അതെടുക്കാൻ പറഞ്ഞ വരുൺ ഗാന്ധി സന്യാസി വരുംകാലത്ത് മുഖ്യമന്ത്രി ആകില്ലെന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞായിരുന്നു പരിഹാസം. പ്രസംഗത്തിലൂടെ ഗാന്ധി കുടുംബത്തെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തു. മധുരമായി സംസാരിച്ച് വോട്ട് തട്ടിയെടുക്കുന്നവരെ പോലെയല്ല ഗാന്ധി കുടുംബം എന്നായിരുന്നു വരുൺ ഗാന്ധിയുടെ പ്രതികരണവും. നേരത്തെ കർഷക സമരം, ലഖിംപൂർ ഖേരി കർഷക കൂട്ടക്കൊല, വാതക വിലവർധന, അഗ്നിപഥ് പദ്ധതി, യുക്രൈൻ രക്ഷാപ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ കേന്ദ്രത്തിനെതിരെ വിമർശനവുമായിട്ട് വരുൺ ഗാന്ധി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രംഗത്തെത്തിയ വരുൺ ഗാന്ധിയെ പക്ഷേ ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കും അനഭിമതനായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ പിലിഭിത്തിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത്. ഒപ്പം അമ്മയായിട്ടുള്ള മനേക ഗാന്ധിക്ക് സീറ്റ് നൽകുകയും ചെയ്തു ബി.ജെ.പി. അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചതിൽ ഖിന്നനായ വരുൺ ഗാന്ധിയെ അതേസമയം സമാജ്വാദി പാർട്ടിയിലൂടെ ഇന്ത്യ മുന്നണിയിലെത്തിച്ച് അമേഠിയിൽ മത്സരിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുതന്നെയാണ് ഇപ്പോഴും നടന്നു വരുന്ന ചർച്ചകളെന്ന് പറയപ്പെടുന്നത്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കുവാനുള്ള നീക്കം നടത്തിയ ബി.ജെ.പിക്ക് പക്ഷേ അടിതെറ്റുകയായിരുന്നു. സ്വന്തം സഹോദരിക്കെതിരെ മത്സരിക്കാൻ താനില്ല എന്ന് വരുൺ ഗാന്ധി ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് എന്തുകൊണ്ടാണ് ബി.ജെ.പി അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചത്? ഒരേ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ഗാന്ധി വേഴ്സസ് ഗാന്ധി എന്നുള്ള രീതിയിലേക്ക് വരുൺ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഒരേ കുടുംബത്തിൽ തന്നെ ഫൈറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിലിഭിത്തിൽ വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകാതിരുന്നത്? ഇതിനുള്ള ഉത്തരങ്ങൾ ബി.ജെ.പി തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളിലൂടെ വന്ന ബി.ജെ.പിക്ക് വലിയൊരു തിരിച്ചടിയായിപ്പോയി വരുൺ ഗാന്ധിയുടെ ഈ പ്രസ്താവന. തൻ്റെ സഹോദരിക്കെതിരെ റായ്ബറേലിയിൽ മത്സരിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അതോടുകൂടി ബി.ജെ.പി വെട്ടിലായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം അമേഠിയിലേക്ക് വരുമ്പോൾ സമാജ്വാദി പാർട്ടിയിലൂടെ വീണ്ടും അമേഠിയിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാകുവാനുള്ള വരുൺ ഗാന്ധിയുടെ സാധ്യത എന്ന് പറയപ്പെടുന്നത് വളരെ കൂടുതലാണ്. കാരണം നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും അനഭിമതനാണിപ്പോൾ വരുൺ ഗാന്ധി എന്ന് പറയപ്പെടുന്ന നേതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലേക്ക് വരികയോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുകയോ ചെയ്താൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അമേഠിയിൽ സ്ഥാനാർത്ഥിയാകുന്നത് വരുൺ ഗാന്ധി തന്നെയായിരിക്കും.